ഹലോ ആൻഡ് വെൽക്കം ടു കോഫി ആൻഡ് സോൾട്ട് ടോക്ക് വിത്ത് അനുപമ. ഇന്ന് നമ്മുടെ 7ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് സിനിമയെക്കുറിച്ചാണ്. സിനിമയിലെ ബന്ധങ്ങളെക്കുറിച്ചും അവ ജനകീയമാകുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയവുമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ചലച്ചിത്ര നിരൂപകയായ സംഗീത ചേനമ്പുലിയാണുള്ളത്. വെൽക്കം സംഗീത. താങ്ക് യു മനു. നമുക്ക് സിനിമകളെ പറ്റി പറയുമ്പോഴേ സിനിമകളിൽ നമ്മൾ ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണ സിനിമകളിലെ ബന്ധങ്ങൾ കൂടുതൽ ജനകീയമായതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പലരും പല സിനിമകളും എക്സാമ്പിളായി വെക്കുന്നുണ്ട് എങ്കിൽ പോലും സിനിമകളിലെ ബന്ധങ്ങൾ എത്രത്തോളം ജനകീയമായിട്ടുണ്ടെന്നാണ് ഒരു സിനിമ ആഴത്തിൽ പഠിക്കുന്ന സിനിമയിലെ സ്ത്രീയെക്കുറിച്ച് പഠനങ്ങൾ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് സംഗീതയ്ക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും 80കളിലോ 90കളിലോ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. തൊഴിൽ ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകൾ പരമ്പരാഗത മേഖലകളിൽ കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ വരുമാനവും പർച്ചേസിങ് പവറും ഉണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ റെപ്രസെന്റേഷനെ അവഗണിക്കാൻ പറ്റാത്തൊരു നില മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ജനകീയവൽക്കരണം എന്നുള്ളത് നമ്മൾ പറയും പോലെ വളരെ ആഴത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറയാറുള്ളൊരു കാര്യം, ബെഗ്ഡൽ ടെസ്റ്റ് പാസ്സാവാത്ത, ബെഗ്ഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സിനിമയിലെ സ്ത്രീയുടെ പ്രതിനിധാനത്തിനുള്ള ഒരു സൂചികയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് പാസ്സാവാത്ത മലയാള സിനിമകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. ആ സിനിമകളൊക്കെ മികച്ച സിനിമകളും ഇപ്പോൾ തീമാറ്റിക്കായിട്ട് മികച്ച സിനിമകളാണ്, പ്രൊഡക്ഷൻ വൈസ് മികച്ച സിനിമകളാണ്, ഒരുപാട് ആഘോഷിക്കപ്പെട്ട സിനിമകൾ കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രോമാഞ്ചം, കണ്ണൂർ സ്ക്വാഡ്, മഞ്ഞുമ്മൽ ബോയ്സ് പോലത്തെ സിനിമകളൊക്കെ ഇനിയുണ്ട്, ബ്രഹ്മയുഗം, ഇതുപോലെ ധാരാളം സിനിമകൾ നമുക്കിപ്പോൾ അടുത്ത സിനിമകളിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ സിനിമകളുടെ കഥാഗതിക്ക് സ്ത്രീകൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരു തീം സ്വീകരിച്ചത് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ എങ്കിൽ പോലും ടോട്ടലി സ്ത്രീകൾ ആബ്സെന്റ് ആയ പുരുഷന്മാരുടെ തൊഴിൽപരമായ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ള ജീവിതത്തിലെ പലതരത്തിലുള്ള ഘട്ടങ്ങളെ ചിത്രീകരിക്കുന്ന സിനിമകളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ സ്ത്രീയുണ്ട്, എന്തുകൊണ്ട് ഇതിൽ സ്ത്രീ ഇല്ലാതെ പോകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. കഥാഗതിക്ക് ആവശ്യമില്ലാത്ത സ്ത്രീകളെ തിരികെ കയറ്റണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ സമൂഹ സ്ത്രീകളും കൂടി ഉൾപ്പെട്ടതാണ്. അതിനെ കൂടി ഇൻക്ലൂസീവായ തരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ മുഴുവനായി നമ്മുടെ സിനിമ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ അതിനോട് വിയോജിക്കും. സ്ത്രീകൾ കഥകളിൽ സ്ത്രീകൾ കുറയുന്നു പല സിനിമകളിലെങ്കിലും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഉദാഹരണത്തിന് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ മഞ്ഞുമ്മൽ ബോയ്സിൽ തന്നെ അതിൽ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു ഒരമ്മ ആയിട്ട് എന്തോ ഒരു വന്നു പോകുന്നതല്ലാതെ സ്ത്രീകൾ തീരെ ഇല്ലാത്തൊരു സിനിമയാണ്. അതേസമയം അതൊരു മികച്ച സിനിമ തന്നെയാണ്. ഈ ഒരു 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 വൈരുദ്ധ്യം അത് നമ്മുടെ സിനിമ മേക്കേഴ്സിന്റെ കോൺഷ്യസ് ആയ ഒരു ചോയ്സ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ സിനിമ ഇപ്പോഴും കൂടുതലും ആണുങ്ങളുടെ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നതും ഇതിലൊരു സ്ത്രീ ഇല്ലല്ലോ എന്ന് ആർക്കും തോന്നാത്തതുമായിട്ടുള്ളൊരു സന്ദർഭമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പല വേദികളും കാണുകയാണെങ്കിൽ, സദസ്സുകൾ കാണുകയാണെങ്കിൽ വേദിയിൽ നിറയെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും സദസ്സിൽ ഒരു സ്ത്രീയും ഇല്ലാത്തതിന് ആ സംഘാടകരായ പല പുരുഷന്മാർക്കും ഒരു അപാകത തോന്നുന്നില്ല. അവരുടെ കാഴ്ചയിൽ ഒരു സ്ത്രീ ഇല്ലാത്തത് വളരെ സ്വാഭാവികമായി ഇപ്പോഴും തോന്നുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല. ഉദാഹരണത്തിനൊരു കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന അധികാരമുള്ള പുരുഷന് അതൊരു പുരുഷ കൂട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീ ഇല്ലാത്തത് അവർക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. സിനിമയ്ക്ക് അണിയറയിൽ സ്ത്രീകൾ ഇല്ലാത്തത് ഈ ഒരു പ്രശ്നത്തിന് ഒരു കാരണമായിട്ട് തോന്നുന്നുണ്ടോ? സമൂഹത്തിലെ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് 90% ബോധപൂർവം സംഭവിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും അൺഅവെയറാണ്. ചില കാര്യങ്ങൾ അറിയാതെ തന്നെ സംഭവിക്കുന്നത്. അത് കാലാകാലമായി തുടർന്നു വരുന്നൊരു പതിവോ സൗകര്യമോ ഒക്കെയാണ്. ഇപ്പോൾ പുതിയതായി ഒരു സ്ത്രീയെ കോൺഷ്യസ് ആയിട്ട് കണ്ടെത്തണം, അതിനെപ്പറ്റി ആലോചിക്കണം, അവരെ ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ചാൽ തന്നെ സ്ത്രീകൾ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള അവസ്ഥ. കാരണം ഇത് കാലാകാലമായി ശീലിച്ചത് കൊണ്ടുള്ള ഒരു പരിമിതിയാണ്. കോൺഷ്യസ് ആയ ഒഴിവാക്കലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ടും സ്ത്രീക്ക് അനുകൂലമായ സമൂഹമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അടിത്തട്ടിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ കുടുംബത്തിനകത്ത് ഒക്കെ തന്നെ സ്ത്രീവിരുദ്ധത പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഉട്ടോപ്യൻ സമൂഹം, വളരെ പുരോഗമിച്ച സമൂഹം എന്നൊന്നും അവകാശപ്പെടാവുന്ന അവസ്ഥ ലിംഗ തുല്യതയുടെ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഈ കാലാകാലമായി തുടർന്നു പോരുന്ന സൗകര്യത്തിനെ
പിന്തുടർന്നു പോരുന്ന ചിലരുണ്ട്. ചിലർ തിരുത്താൻ തയ്യാറാവും. തീർച്ചയായിട്ടും ഇത് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ തയ്യാറുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും ഇവര് സിനിമ ആലോചിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഇതിലൊരു സ്ത്രീ വേണ്ടതുണ്ട് എന്നുള്ള ചിന്ത അവരിലേക്ക് വരുന്നുണ്ടാവില്ല. ഇപ്പൊ കോൺഷ്യസ് ആയിട്ട് അത്തരം സിനിമകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ജിയോ ബേബിയെ പോലെയുള്ള സംവിധായകരൊക്കെ സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട, ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾ കൂടി ഉൾപ്പെട്ട സിനിമകളാണ് ഉണ്ടാവേണ്ടതെന്ന് കോൺഷ്യസ്ലി തീരുമാനിക്കുകയും അത്തരം സിനിമകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോ സ്വാഭാവികമായി തന്നെ സ്ത്രീകൾ സിനിമയിലേക്ക് കൂടുതൽ കടന്നു വരേണ്ടതുണ്ട്. അത് നമ്മുടെ ചിന്തയുടെ ഭാഗമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെയൊക്കെ എല്ലാ മേഖലയിലും സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് ആളുകൾ കാലാകാലമായി, എനിക്ക് തോന്നുന്നു ഒരു 70s മുതൽ തന്നെ കേരളത്തിലെ നമ്മുടെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് വളരെ ശക്തമാണ്. അപ്പോൾ പോലും സ്ത്രീ പ്രാതിനിധ്യമില്ല എന്ന് പറയുന്നത് വളരെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള സ്ത്രീകളാണ്. പൊതുവെ ആ എണ്ണം കൂടുന്നതായി നമുക്ക് പ്രത്യക്ഷത്തിലെങ്കിലും കൂടുതൽ സ്ത്രീകൾ വേണമെന്നുള്ള ആവശ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത് ഒരർത്ഥത്തിൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് കൂടുതൽ ജനകീയമാകാത്തതോ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കാത്തതോ ഒക്കെ കൂടിയാണോ, അതോ എപ്പോഴും ആ ഗ്ലാസ് സീലിംഗ് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണോ? ബോധപൂർവമായ ഒരു തടയിടൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. എന്താണ് സംഗീതയ്ക്ക് സിനിമയെ മുൻനിർത്തി ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നുന്നത്? ഞാൻ സിനിമയെക്കാട്ടിലും ഇതിന്റെ സമൂഹത്തിലുള്ള ഒരു അവസ്ഥ ആദ്യം പറയാൻ തോന്നുന്നു. നമ്മൾ സ്ത്രീകളുടെ എണ്ണം, തുല്യതയ്ക്കായി വാദിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്ന് നമ്മൾ വെറുതെ കരുതുക കേട്ടോ. ഇതിനൊന്നും പുറത്തേക്ക് വരിക, ഇത് പറയുകയൊന്നും ചെയ്യാതെ അടിത്തട്ടിൽ നടക്കുന്ന, ജീവിതത്തിൽ നടക്കുന്ന നിശബ്ദമായ വിപ്ലവമുണ്ട്. ഒരുപക്ഷെ എൻ്റെ അനുവിൻ്റെ തലമുറയല്ല അത്. അതിന് താഴെയുള്ള തലമുറ ഞങ്ങള് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, വിവാഹം കഴിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെ പെൺകുട്ടികൾ തന്നെ തീരുമാനിക്കും. ഈ പെൺകുട്ടികളെ ചിലപ്പോൾ നമുക്ക് പൊതുവേദിയിലൊന്നും കണ്ടുവെന്ന് വരില്ല. ഞാനൊരു അധ്യാപികയാണ്, ഈ പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ഭയക്കാത്ത, രാത്രികളിൽ യാത്ര ചെയ്യാൻ ഭയക്കാത്ത, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഫിലിം ഫെസ്റ്റിവൽ ആയാലും ഒക്കെ തന്നെ പോകുന്ന, ജീവിതത്തിനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു തരം ആഘോഷങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക്കായി, അതേസമയം അക്കാഡമിക്കായി ഫോക്കസ്ഡ് ആയ, ആ അക്കാഡമിക്സ് കൊണ്ട്, ജോലി കൊണ്ട് സ്വന്തം ജീവിതം മാറ്റിയെടുക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ധാരാളം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റം വരുന്നുണ്ട്. കാരണം ഇത് സ്ത്രീകളിൽ മാറ്റം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അവരാണ് ഒരു അർത്ഥത്തിൽ ഒഴിവാക്കപ്പെടുന്നവരും ഒപ്രസ്ഡ് ആയിട്ടുള്ളവരും. പക്ഷെ ഇത് വേണ്ടത്ര സിനിമയിലേക്ക് എത്തിയിട്ടില്ല. പലപ്പോഴും നല്ല സിനിമ ചെയ്യുന്ന സംവിധായകരായ സ്ത്രീകൾ, അല്ലെങ്കിൽ ഇപ്പോ രതീന പുഴു പോലെയുള്ള വളരെ എന്താ പറയാ ബ്രില്യൻ്റ് ആയ ഒരു എഫേർട്ട് ഉണ്ടാവുന്നു. ശ്രുതി ചരണത്തിന്റെ ബീം 32 മുതൽ 44 വരെ ഉണ്ടാവുന്നു. ഈ സംവിധായികമാരൊക്കെ അടുത്ത പ്രോജക്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുതിയൊരു സിനിമയ്ക്ക് പ്രൊഡ്യൂസറെ കണ്ടെത്താനും മറ്റു കാര്യങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവണം. ഞാൻ എൻ്റെ ഊഹത്തുനിന്ന് പറയാണ്. അപ്പോ അത്തരം പ്രശ്നങ്ങൾ, ഇപ്പോൾ കഴിവ് തെളിയിച്ചാൽ പോലും സിനിമയിൽ സ്ത്രീക്ക് നിലനിൽക്കണമെങ്കിൽ വളരെ പ്രയാസമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഞാനൊരു സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്. രണ്ടാമതൊരു സിനിമയ്ക്ക് പാട്ട് എഴുതണമെങ്കിൽ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിക്കണം. അല്ലാതെ ഒന്നാമത് സിനിമ അത്ര ശ്രദ്ധിക്കപ്പെടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അതിൽ. പക്ഷെ എങ്കിൽ പോലും ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് ഇത്തരം സ്പേസിലേക്ക് കടന്നു വരാൻ ഒരുപാട് മതിലുകൾ കടക്കേണ്ടതുണ്ട്. അനു പറഞ്ഞ പോലെ ഗ്ലാസ് സീലിംഗിന്റെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അത് ഏത് മേഖല ആയിക്കോട്ടെ. സ്ത്രീകള് ഉയർന്ന പദവികളിലേക്ക്, ഇപ്പോൾ ഏത് സ്ഥാപനത്തിന്റെയും ജോലി ചെയ്യുന്നത് ഒരു പക്ഷേ സ്ത്രീകളായിരിക്കും. പക്ഷെ അതിന്റെ പവർ പൊസിഷൻസ് വരുന്ന സമയത്ത് എപ്പോഴും പുരുഷന്മാർ തന്നെ ആയിരിക്കും. അതിപ്പോ സാധാരണ സർക്കാർ സംവിധാനങ്ങളായാലും ശരി, കോർപ്പറേറ്റ് സംവിധാനങ്ങളായാലും ശരി. കോർപ്പറേറ്റ് സംവിധാനങ്ങളിൽ അത് കുറച്ചുകൂടി രൂക്ഷമായിരിക്കും. സിനിമയിൽ അത് വളരെ രൂക്ഷമാണ്. കാരണം ഇറ്റ്സ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഈ ഉത്തരത്തിൽ 2 പാർട്ടിൽ നിന്ന് എനിക്ക് 2 ഉപചോദ്യങ്ങളുണ്ട്. ആദ്യം പറഞ്ഞു ചെറിയ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചെറിയ പെൺകുട്ടികളുടെ അവരുടെ കഥ പറയുന്ന ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള 1-2 സിനിമകളുടെ എക്സാമ്പിൾ നമുക്ക് പറയാൻ തോന്നും. എനിക്കൊന്ന് സൂപ്പർ ശരണ്യയുണ്ട്, പിന്നീട് ശേഷം മൈക്കിൾ ഫാത്തിമയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അവരുടെ കഥ, അവർ ഇൻഡിപെൻഡൻ്റ് ആയ, സ്വയം നിർണയാധികാരമുള്ള ആളുകളായി കാണുന്ന സിനിമകളുണ്ട്. അതേസമയം തന്നെ പോപ്പുലർ സിനിമയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തടവ് പോലെയുള്ള സിനിമകൾ ഒരു മധ്യവയസ്സിലെത്തിയ ഒരു സ്ത്രീയുടെ ഫിനാൻഷ്യൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഉള്ള സ്ട്രഗിളുകൾ കാണിക്കുന്നുമുണ്ട്. അത്തരം ശ്രമങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ സിനിമയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ബോധപൂർവമായ സംവിധായകരുടെയും തെരഞ്ഞെടുപ്പുകളായിരിക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ
കുറച്ച് ധൈര്യമുള്ള പ്രൊഡ്യൂസർമാരും ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അത് സ്ത്രീ സംവിധായകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവാർഡ് കിട്ടിയ ഒരു സംവിധായകയായിട്ട് പോലും സംഗീത സൂചിപ്പിച്ചതുപോലെ ശ്രുതിക്ക് രണ്ടാമത് ഒരു സിനിമയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. നമുക്കത് അസ്യൂം ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായി വരേണ്ടതിൻ്റെ ഒരു ആവശ്യം, മാത്രമല്ല ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോലെ ഒരു കൂട്ടായ്മയുടെ സിനിമ ഉണ്ടാവുന്നത് പോലെ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ ആവശ്യം ഉണ്ടാവുന്നില്ലേ സിനിമ ഉണ്ടാക്കാൻ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സൂപ്പർ ശരണ്യൊക്കെ ഞാൻ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു സിനിമയാണ്. എന്താ വെച്ചാൽ നമുക്ക് ആൺകുട്ടികളുടെ അഡോളസൻസിനെ കുറിച്ച്, ആൺകുട്ടികൾ മുതിരുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ. അവരുടെ ഹോസ്റ്റൽ ലൈഫ്, ഇപ്പോൾ എത്രയോ സിനിമകൾ രോമാഞ്ചടക്കം വീണ്ടും വീണ്ടും ആഘോഷിക്കുന്ന ബാച്ചലർ ലൈഫ്. പെൺകുട്ടികൾ എങ്ങനെയാണ് ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോൾ പെരുമാറുന്നത്, പെൺകുട്ടികളുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ അധ്യാപകനിൽ നിന്നടക്കം ശരണ്യയിൽ നേരിടുന്ന പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണല്ലോ സമൂഹത്തിന്. അപ്പൊ അത്തരത്തിലുള്ള ശ്രമങ്ങൾ, അതിനിടയ്ക്ക് എങ്ങനെയാണ് അവളുടെ പഠനവും ഫോക്കസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തരം വിഷയങ്ങൾ സൂപ്പർ ശരണ്യയിലല്ലാതെ ഏത് സിനിമയിലാണ് അത്തരമൊരു ജീവിതം വന്നിട്ടുള്ളത് എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മകനോടടക്കം ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണ് ഇവിടുത്തെ പകുതി സ്ത്രീകളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് ഒരു തൊഴിൽ നേടാൻ അവർ ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ കഥ നമുക്കറിയാം. തൊഴിൽ രഹിതയായ സ്ത്രീ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ അവളുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നത് നമ്മൾ കാണാറില്ല. തടവ് എനിക്ക് മികച്ചൊരു സിനിമയായിട്ട് തോന്നുന്നത്, ഒന്ന് അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ സ്ട്രഗിൾസ് എന്നുള്ളതിനൊപ്പം തന്നെ വളരെ സ്വാഭാവികമായിട്ട് അതിലെ 3 പേരുള്ള സൗഹൃദം, എന്തിനും കൂടെ നിൽക്കുന്ന, പ്രത്യേകിച്ച് അതിലൊരാൾ പുരുഷനാണ്, പ്രത്യേക മുൻവിധികളൊന്നുമില്ലാതെ നിരുപാധികം ഇവരുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു സൗഹൃദം. അങ്ങനെ ഒരു സൗഹൃദം എത്ര മലയാളി സ്ത്രീകൾക്ക് ഉണ്ടാവും ആ പ്രായത്തിലുള്ള ആ ചോദ്യമുണ്ട്. തടവ് പക്ഷേ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, തടവ് പോലെയുള്ള സിനിമകൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ സിനിമ കലാമൂല്യമുള്ളത് കൊണ്ട് IFFK പ്രദർശിപ്പിക്കപ്പെട്ടതുകൊണ്ടുമാണ് നമ്മൾ കണ്ടത്. അതേപോലെ ഇപ്പോൾ ആട്ടം പോലെയുള്ള സിനിമ, ആട്ടത്തിലെ സമീപനത്തിനോട് എനിക്ക് വിമർശനമുണ്ട്. അവസാനം എന്താ പറയുക, പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൂടെ, അതൊരു പുരുഷ നോട്ടം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നം അതിലും ഉണ്ട്. ആട്ടം പക്ഷെ വളരെ റെലവെന്റ് ആയ ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്? IFFK കാണുന്നു. അതിന്റെ അപ്പുറത്തേക്ക് വലിയ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകളല്ല ഇതൊന്നും. ഇപ്പൊ ബി ആണെങ്കിലും, ബി എന്ന് പറയുന്ന സിനിമ സാധ്യമായത് കേരള സർക്കാരിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം ഇറങ്ങിയ നിഷിദ്ധ ആയാലും ഡിവോഴ്സ് ആയാലും ഒക്കെ മികച്ച സിനിമകൾ തന്നെയാണ്. പക്ഷെ അതിന് ഫണ്ട് ചെയ്യുന്നത് സർക്കാർ ഫണ്ടിങ്ങിൽ ഉള്ളത് കൊണ്ട് അത് വന്നതാണ്. ഇപ്പോഴും പ്രൊഡ്യൂസർമാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക്. കാരണം സെലബിലിറ്റി വലിയൊരു ഇഷ്യൂ ആണല്ലോ. തീർച്ചയായിട്ടും സ്ത്രീകളെ അല്ല കൺസ്യൂമേഴ്സ് ആയിട്ട് സിനിമാ മേഖല പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട കണ്ടന്റ് അല്ല കൊടുക്കുന്നതെങ്കിൽ പോലും സ്ത്രീകളടക്കം ഇത് കണ്ടോളും എന്നുള്ള മുൻവിധിയോ, അല്ലെങ്കിൽ അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്നത്. അപ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നുള്ള പ്രശ്നം കാലാകാലങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പെട്ടെന്നൊന്നും മാറാനും പോകുന്നില്ല. നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പോഴും മെയിൽ ഡോമിനേറ്റഡ് തന്നെയാണ്. പുറത്തു വരുന്ന സ്ത്രീകൾക്ക് എന്തനുഭവം, അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന സ്ത്രീകളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പലരും വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് WCC ആയിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ റോളുകൾ കിട്ടാനും വലിയ പ്രോജക്റ്റുകൾ കിട്ടാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതും പാർവതി തിരുവോത്തിനെ പോലെയുള്ള വലിയ നടികളടക്കം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ പരിമിതമായ അവസരങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന സ്ഥിതിയുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോ പ്രോഗ്രസീവായ റോളുകൾ ചെയ്യുന്ന, ഇപ്പോൾ WCCയുടെ മുന്നിൽ നിൽക്കുന്നില്ല എങ്കിൽ നിൽക്കുന്ന ആളുകളല്ല, പക്ഷെ പ്രോഗ്രസീവായ റോളുകൾ ചെയ്യുന്ന ആളുകൾ വളരെയധികം ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ. നിമിഷ സജയൻ ഉദാഹരണം. സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ കാണണം. ഒരു കാര്യവുമില്ലാതെ അവരിപ്പോ പുരോഗമനപരമായി പുറത്തിറങ്ങി സംസാരിച്ചിട്ടൊന്നുമല്ല, അവരുടെ റോളുകളിൽ കൂടി അവർ പറയുന്ന പുരോഗമന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ മടിച്ചുകൊണ്ട് നിമിഷയ്ക്ക് ചിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കാണാൻ എന്നുള്ളതൊക്കെ വെച്ചുകൊണ്ട് വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന്റെ ഒപ്പം ചേർത്ത് വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ
അതിനൊരു ഓഡിയൻസിന്റെ കാര്യം സംഗീത സൂചിപ്പിച്ചു. അപ്പം നമുക്ക് ഈ സ്ത്രീകളെ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ സെൽഫ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ അവളുടെ ഒരു കമ്മിങ് ഓഫ് ഏജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സൂപ്പർ സ്റ്റാറിനെ മാത്രമായിരിക്കും ഒരുപക്ഷെ വലിയൊരു ക്രൗഡിന് മുന്നിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു സിനിമ. ശേഷം മൈക്കിൾ ഫാത്തിമയൊക്കെ തിരുവനന്തപുരത്ത് ആകെ ലുലുവിൽ PVRൽ ഒരു ചെറിയ സ്ക്രീനിൽ മാത്രമാണ് കളിച്ചത്. അതേപോലെ ശ്രുതിയുടെ സിനിമ ഒക്കെ ഓഡിയൻസിന് മുന്നിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ തന്നെ അതിനെ തടയുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. നമുക്കത് വേണമെങ്കിൽ OTTയിൽ കണ്ടുകൊള്ളൂ എന്നുള്ള ഒരു അസംഷനാണ്. സ്ത്രീകൾ വീട്ടിലിരുന്ന് OTTയിൽ കണ്ടുകൊള്ളൂ, തിയേറ്ററിൽ ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടുന്ന സിനിമയാണ് ചെയ്യുന്നതെന്നുള്ള ഈ മൊത്തം ഈ ശൃംഖലയിൽ നെറ്റ്വർക്ക് ചെയ്യാൻ സ്ത്രീകൾക്കുള്ള അവസരം, പൊതുവേ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളും അതിനുള്ള കംഫർട്ട് ആൺകൂട്ടം ഒരുക്കുന്നില്ല എന്നുള്ളതും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ പ്രൊഫഷണലി തന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഘട്ടത്തിലും പ്രൊഡക്ഷൻ ഘട്ടത്തിൽ തൊട്ട് ആശയം ചിന്തിക്കുന്ന ഘട്ടത്തിൽ തൊട്ട് സ്ത്രീകൾക്ക് ഓരോ തടകളാണ് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ പൂർണ്ണമായും സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സിനിമ നെറ്റ്വർക്ക്, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു സിനിമ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ. WCC ഒക്കെ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോഴും സ്ത്രീകളുടേതായിട്ടുള്ള ഒരു തൊഴിൽ സംഘടന, ഒരു തൊഴിലാളി പ്രസ്ഥാനം സിനിമയിൽ ഉണ്ടാവേണ്ട ഒരു ആവശ്യം ശരിക്കും നിലനിൽക്കുന്നില്ലേ? അത്തരത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. ഞാൻ തന്നെ അത്തരം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സിനിമയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. പക്ഷേ അതൊരു വലിയ തോതിലുള്ള പ്രശ്നമായി ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം പോലെ സംഘടിതമായ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പറ്റാത്തതിനുള്ള കാരണം സ്ത്രീകളുടെ എണ്ണം ലിമിറ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. പല ടെക്നിക്കൽ മേഖലകളിലും പണിയെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അത് അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ നമ്മുടെ മെയിൽ ഡൊമിനേറ്റഡ് ആയ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള അസോസിയേഷനുകൾ ഉണ്ട്. പക്ഷെ അതിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുമില്ല. ഇത് പൊതുവേ തന്നെയുള്ളതാണ്. നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉയർന്ന പദവികളിലേക്ക്, അതായത് അതിൻ്റെ തീരുമാനം എടുക്കുന്ന പൊസിഷനിലേക്ക് എത്തുന്ന സ്ത്രീകളുടെ എണ്ണം എത്ര പരിമിതമാണ്. ഞാൻ തോന്നുന്നു ഹേമലത സഖാവൊക്കെ പോലെ വളരെ റയർ എക്സെപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്റെ സംഘടന തന്നെ എടുത്ത സ്ത്രീകൾ ഉണ്ടാവും, പക്ഷെ അവരുടെ പവർ എത്രത്തോളം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശാജനകം. ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ, പക്ഷെ നിലവിലെ അവസ്ഥയും അത്ര ആശ്വാസകരമൊന്നുമല്ല. നമുക്കിനി സിനിമയിലെ ബന്ധങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, സിനിമയിലെ വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് സിനിമകളെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കാതലാണെങ്കിലും ഒരു സെക്ഷുവാലിറ്റിയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ട്രഡീഷണൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റി ഉള്ള ഒരാൾ ഇൻവോൾവ് ആവുന്ന ആ ഒരു മേഖല എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എക്സ്പ്ലോറേഷൻസ്, ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ച് കുറച്ചെങ്കിലും സംസാരിക്കുന്ന സിനിമകൾ, ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാണെങ്കിൽ പറയുന്നത് ഒരു റുട്ടീനായ ഒരു സെക്സിൽ എല്ലാ ജോലിയും എല്ലാ അടിച്ചമർത്തലും സഹിക്കുന്ന ഒരു സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് കുറച്ചെങ്കിലും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീമെയിൽ സെക്ഷുവാലിറ്റി, ബന്ധങ്ങളിലെ ഫീമെയിൽ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഈ കാര്യം പറയണം എന്ന് ആലോചിച്ചതാണ്. സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ലൈംഗികതയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളാണെന്ന്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ലൈംഗിക തൊഴിലാളികളായ സ്ത്രീ. ഈ സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഏതെങ്കിലും സിനിമ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക റേറ്റഡ് സിനിമകളാണ്. അല്ലാത്ത ഏതെങ്കിലും സിനിമയിൽ ഗൗരവമായിട്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കാതലിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു ഗ്ലിംസ് എങ്കിലും വരുന്നത്, കാതലിലും അതേപോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും. അല്ലെങ്കിൽ അസെക്ഷലായ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ നായകനെ സപ്പോർട്ട് ചെയ്ത് അയാളെ വിജയത്തിലേക്ക് നയിക്കേണ്ട ഒരാളായിട്ടാണ് സ്ത്രീ എപ്പോഴും നിൽക്കുന്നത്. അവൾക്ക് സ്വന്തമായിട്ട് സ്വപ്നങ്ങൾ ഉണ്ടെന്നോ, അത് കരിയർ സ്വപ്നങ്ങളാവട്ടെ, ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാവട്ടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. അപ്പൊ മിഥുന സിനിമയിൽ തന്നെ ഉർവശിയെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക, ഇയാളുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. ആ സ്ത്രീക്ക് വ്യക്തിപരമായ ആഗ്രഹങ്ങളുണ്ടോ, എന്താണ് അവൾക്ക് വേണ്ടത് എന്നുള്ളത് ആ സിനിമ കാണുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പരിഹസിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ. അപ്പോ
ഇതുപോലും കാണാൻ പറ്റാത്ത സിനിമയ്ക്ക് സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച് കാണാൻ പറ്റും. ഇപ്പൊ കാതലിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കമ്മിങ് ഔട്ടിന് സഹായിക്കുന്നത് ഈ സ്ത്രീയാണ്. അവർക്കും ലൈംഗികത വേണ്ടതുണ്ട്, ആവശ്യമുണ്ട്. അത് സെക്ഷുവാലിറ്റിയുടെ തലത്തിൽ മാത്രം കാണേണ്ട സിനിമയല്ല. ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഭാര്യ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമകൾ മലയാളത്തിൽ അത്യപൂർവമാണ് എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സൂസന പോലത്തെ അപൂർവം സിനിമകളുണ്ട്. ഇപ്പോൾ അതും സെക്ഷുവാലിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ കൊടുക്കുന്ന കംഫർട്ടിലേക്കാണ് പുരുഷൻ വന്ന് ചേരുന്നത്. ഇപ്പോ ചില സിനിമകൾ അപവാദം ഉണ്ടെന്ന് പറയാം, പക്ഷെ എങ്കിൽ പോലും ഈ ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ടാബു ആയ ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും. അതേപോലെ തന്നെ ഫീമെയിൽ സെക്ഷുവാലിറ്റി നമ്മൾ ഒരു വശത്ത് പറയുന്നു, ഫീമെയിൽ എംപവർമെന്റ് നമ്മൾ ഒരു വശത്ത് പറയുന്നു. ഇതിന് മൂന്നാമത്തെ ഒരു ഘട്ടം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഇതെല്ലാം ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരാളോട് മാത്രം സ്നേഹം തോന്നുന്നു, ഒരു സ്ത്രീയെ മാത്രം സ്നേഹിക്കുന്ന പുരുഷൻ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഐഡിയലൈസ്ഡ് ആയിട്ട്, അത് അനുകരണീയമായ ഒരു മാതൃകയായിട്ട് വല്ലാതെ കാണിക്കുന്ന സിനിമകൾ ഇപ്പോഴും ഉണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൽ കാണിക്കുന്നുണ്ട്, രാമന്റെ ഏദൻ തോട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പുരുഷനെ ആരാധനയോടെ നോക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളത് നമുക്ക് ഒരു വലിയ വിഗ്രഹമാണ്. അതേസമയം ഡിയർ സിന്ദഗി പോലെയുള്ള സിനിമകളിലൊക്കെ പറയുന്നുണ്ട്, ഷാറൂഖ് ഖാൻ പറയുന്നുണ്ട് ആലിയ ഭട്ടിനോട്, നമ്മളൊരു കസേര നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇവിടെ ഒരു കസേരയുണ്ട്, നമ്മുടെ ബെഡ്റൂമിലൊരു കസേരയുണ്ട്, ഓഫീസിലൊരു കസേരയുണ്ട്, ഈ ഓരോ കസേരകളും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു കസേര മാത്രമല്ല ഉള്ളത്. അതുപോലെയാണ് ബന്ധങ്ങൾ. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരാളിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു പാർട്ണർ ഉണ്ടാവും, നമുക്ക് സിനിമ കാണാൻ ഒരു പാർട്ണർ ഉണ്ടാവും. അങ്ങനെ കാണുന്നതിന് പകരം ഒരാളെ മാത്രം ആദർശാത്മകമായി സ്നേഹിക്കുന്ന പുരുഷൻ, ആ പുരുഷനെ ആരാധിക്കുന്ന സ്ത്രീ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും പല സിനിമകളിലും കാണിച്ചു പോകുന്നില്ലേ? അത് സ്ത്രീയുടെ കാര്യത്തിൽ, സ്ത്രീയെ കാണിക്കുന്ന കാര്യത്തിൽ ആ സ്റ്റീരിയോ ടൈപ്പിംഗ് വളരെ പ്രൊമിനന്റ് ആണ്. പുരുഷന് അങ്ങനെ തന്നെയാണ്, ആദർശാത്മക ഏക സ്ത്രീ പുരുഷൻ. പക്ഷെ പുരുഷനെ അത് പിന്നെയും ബ്രേക്ക് ചെയ്ത് കാണിക്കും. പുരുഷൻ അത് ഹീറോയിസ് ആണ് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. സ്ത്രീകളെ എങ്ങനെ കാണിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ രാമന്റെ ഏദൻ തോട്ടത്തിൽ തന്നെ അവര് തമ്മിലുള്ള ബന്ധം മാനസിക ബന്ധമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ശാരീരികമായ അതൊന്നും അതിലില്ല. അപ്പോ മാനസികമായ ബന്ധം വരെ നമ്മുടെ മലയാള സിനിമ എത്തിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. മറ്റൊരാളോട് സ്നേഹം, ആദരവ്, സൗഹൃദമൊക്കെ തോന്നുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും സെക്ഷുവാലിറ്റിയുടെ മാത്രം വെളിച്ചത്തിലാണ് ബന്ധങ്ങളെ കാണുന്നത്. രണ്ടുപേര് തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാനൊപ്പം പോവാനുള്ള ബന്ധമായിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള കംഫർട്ടബിൾ കമ്പനി ആയിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും ഭയക്കാതെ, നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാതെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അത്തരം സൗഹൃദങ്ങളെ ഒരു അറ്റത്ത് നമുക്ക് അത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ല, മറ്റൊരറ്റത്ത് നമുക്ക് ഇതിനെ സ്വീകരിക്കാനേ പറ്റില്ല. ഇതിനെ വളരെ മുൻവിധിയോടുകൂടിയാണ് സമൂഹം സമീപിക്കുക. അപ്പൊ ഈ സമൂഹത്തിന്റെ ഒരു തന്നെയാണല്ലോ സിനിമയിലും വരുന്നത്. സിനിമ ഒരുപക്ഷെ അതിനെ കുറച്ചും കൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അത്തരം മുന്നോട്ട് പോക്കൊന്നും നമ്മുടെ സിനിമയിൽ സംഭവിച്ചിട്ടില്ല. ബന്ധങ്ങൾ മാറുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് ടീനേജേഴ്സുമായിട്ടുള്ള, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തൊട്ട് യുവത്വത്തിലേക്ക് കടക്കുന്ന കുട്ടികളുമായിട്ടുള്ള പരിചയത്തിൽ നിന്നാണ്. പുതിയ പെൺകുട്ടികൾ ജീവിതത്തിനെ കാണുന്നതും ബന്ധങ്ങളെ കാണുന്നതൊന്നും പഴയ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ബന്ധങ്ങളുടെ വെളിച്ചത്തിലല്ല. എല്ലാവരും മാറി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നല്ലൊരു ശതമാനം സെൽഫ് ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഇപ്പൊ ഒരു ബന്ധം പ്രശ്നമാണെങ്കിൽ അത് അവസാനിപ്പിച്ച് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ധൈര്യം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങളും പെട്രോൾ ഒഴിക്കലും കുത്തിക്കൊലപ്പെടുത്തലും ഒക്കെ കൂടുന്നതും. പെൺകുട്ടി സ്വന്തം ഏജൻസി എടുക്കുന്നതിനെ ഭയക്കുന്ന സമൂഹം, പെൺകുട്ടിയോ സ്ത്രീയോ ആരോ ആവട്ടെ, ഇപ്പോ തൊഴിൽ ചെയ്ത് സമ്പാദിച്ച് ജീവിക്കുന്ന സ്ത്രീകളായാലും അവർ സ്വന്തം ഒരു കാല് മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് പേരുടെ, അത് ഭർത്താവിന്റെ കുടുംബം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ക്ലോസ് ആയ ആളുകളായിരിക്കാം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, അങ്ങനെ ഒരു വലിയ സമൂഹം നമ്മളെ പിന്നിൽ നിന്ന് വലിക്കുന്നുണ്ട്. അത് വസ്തുത തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന സിനിമകളിൽ പോലും, ഇപ്പൊ പ്രേമലു പോലെ ഒരു സിനിമയിലാണെങ്കിലും അതില് പറയുന്നത് എന്താ, ഒരു വളരെ മിടുക്കിയ ഒരു പെൺകുട്ടി, പക്ഷെ നായകന്റെ നിരന്തര ശ്രമത്തിനൊടുവിൽ അയാളുമായിട്ട് പ്രേമത്തിലാകുന്നു എന്നുള്ള ഒരു
പക്ഷെ ഈ ഗിരീഷ് ഏടിയുടെ 3 സിനിമകളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മിടുക്കികളായ പെൺകുട്ടികളാണ്. ഇപ്പൊ സൂപ്പർ ശരണ്യൊക്കെ തണ്ണീർമ തന്നിനങ്ങൾ 3 സിനിമയായാലും അതെ. പക്ഷെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ യങ് ഏജിൽ തന്നെ ഫോർ എവർ എന്നുള്ളൊരു ബന്ധം ചൂസ് ചെയ്യുന്ന, അങ്ങനെ പെൺകുട്ടികൾ അങ്ങനെ ചൂസ് ചെയ്യും, അങ്ങനെയാണ് പെൺകുട്ടികൾ വേണ്ടത് എന്നുള്ള ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂപ്പർ ശരണ്യയിൽ ഒരു പക്ഷേ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് എന്നുള്ള ഒരു പറഞ്ഞുറപ്പിക്കൽ വെക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ സമൂഹത്തിൽ അത് ധാരാളമായി മാറി വരുന്ന കാഴ്ചയാണ്. നമ്മൾ പൊതുവെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഒരാൾക്ക് ഒരു വ്യക്തിയുമായി മാത്രം ബന്ധം എന്നുള്ള അവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ ആ അടിച്ചേൽപ്പിക്കലുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ബന്ധങ്ങളെ. അത് ഒരു സംഗീത പറഞ്ഞതുപോലെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ ചുരുക്കി കാണാതെ അതിനെ നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങളാകാം, അല്ലെങ്കിൽ മറ്റേത് പേരിട്ട് വിളിക്കണം എന്ന് നിർബന്ധമില്ലാത്ത ബന്ധങ്ങളാകാം. അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനെയൊക്കെ അങ്ങനെയല്ല. ഇപ്പോഴും ഒരിടത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അവർ ഒരുമിച്ച് ഫോർ എവർ ജീവിക്കുന്നു, സന്തോഷകരമാണ്, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്നത് പോലെ ആ ഒരു ഫെയറി ടെയിലിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സിനിമ ഇപ്പോഴും നമ്മൾ പുരോഗമനപരമായ സിനിമ എന്ന് പറയുമ്പോൾ പോലും അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് അതൊരു പ്രശ്നകരമായ കാര്യമല്ലേ? തീർച്ചയായും അതെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ബന്ധം ബ്രേക്കപ്പ് ആവാനും അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകാനും ഒക്കെ തയ്യാറുള്ള ഒരു തലമുറ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ തലമുറ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഒപ്രസീവായ ഒരു വിവാഹബന്ധത്തിനകത്ത് തുടരണോ എന്ന് ചിന്തിക്കുന്ന, അത്തരത്തിൽ തീരുമാനം എടുക്കുന്ന ധാരാളം സ്ത്രീകളെ നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രേമം എന്നത് ശാശ്വതമായ ഒന്ന്, അല്ലെങ്കിൽ ഒരാളോട് മാത്രം തോന്നുന്ന ഒന്ന്, അങ്ങനെ തോന്നുന്ന ആളുകൾ ഉണ്ടാവാട്ടോ. ഞാൻ അത് ഇല്ല എന്നല്ല പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ധാരാളം പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനെ കാണാൻ നമ്മുടെ, ഒരുപക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമ എടുക്കുന്ന തലമുറയിൽ നല്ലൊരു പങ്കും നമ്മുടെ തലമുറയിലൊക്കെ പെട്ട ആളുകളാണ്. അവരുടെ കാഴ്ചകൾ കുറെ കൂടി മാറാനുണ്ടായിരിക്കും. പക്ഷെ നാളെ പുതിയ തലമുറ വരുന്ന സമയത്ത് ഈ കാഴ്ചക്ക് കുറച്ചുകൂടി മാറ്റം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഈ പോപ്പുലർ സിനിമകളുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അത് ഹോളിവുഡ് സിനിമകളിൽ പോലും കുറെ ബന്ധങ്ങൾ കടന്ന് ഒരാളെ കാണുന്നു, ആ ബന്ധം ഒരു സന്തോഷകരമായ പരിസമാപ്തിയിലേക്ക് പോകുന്നു. പിന്നീട് ആ കാഴ്ച അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ബന്ധത്തിൽ എന്തുണ്ടാവുന്നു എന്ന് കാണുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇപ്പോഴും ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറുന്നത് കണ്ടിട്ടില്ല. സംഗീതം നേരത്തെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൊണ്ടുവരാമെന്ന് തോന്നുന്നു, ലവ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ലവ് ഇൻട്രസ്റ്റ് എന്നുള്ള പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി സ്ത്രീകളുടെ ചിന്തകൾ, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമയിലെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ചേട്ടൻ കൊള്ളാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സ്ത്രീകളിൽ നിന്ന് മാറിയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ത്രീകൾ കുറച്ചെങ്കിലും കടന്നു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സിനിമയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പോപ്പുലർ ഫിക്ഷനിൽ അത് കുറച്ചുകൂടി വരുന്നുണ്ട്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള പല പുസ്തകങ്ങളും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന മധുരവേട്ടയിൽ തന്നെ സ്ത്രീകൾ ഒരു ലവ് ഇൻട്രസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം സാമൂഹികമായ ഒരു ജീവിതം അവർക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ അത്തരം ഉദാഹരണങ്ങൾ സംഗീതയ്ക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എന്തൊക്കെയാണ്? ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ലവ് ഇൻട്രസ്റ്റ് ആംഗിളിൽ നിന്നല്ലാതെ അവരുടേത് ഒരു സാമൂഹിക ജീവിതം കാണിക്കുന്ന സിനിമകൾ. സോൾട്ട് ആൻഡ് പെപ്പറിൽ കുറച്ചത് വരുന്നുണ്ട്. പിന്നെ സൂപ്പർ ശരണ്യയിൽ തീർച്ചയായിട്ടും ആ ഹോസ്റ്റൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ അപൂർവ സിനിമകളിലേ വരുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ സർക്കിളുകളിൽ തന്നെ സ്ത്രീകളുടേതായ, നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ തന്നെ സ്ത്രീകളുടേതായ വലിയ കൂട്ടായ്മകൾ, സ്ത്രീകളുടെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, നിരുപാധികം കൂടെ നിൽക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് അത് വളരെ കൂടുതലാണ്. സ്ത്രീകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളതും ഞാൻ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നല്ല. പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങളും പ്രധാനം തന്നെയാണ്. കാരണം ഈ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ സാധ്യമാകണമെങ്കിൽ ഹെട്രോ സൗഹൃദങ്ങൾ ഉണ്ടായേ പറ്റൂ. പുരുഷന്മാർ മാറണമെങ്കിലും അത് അത്യാവശ്യമാണ്. പക്ഷെ സ്ത്രീകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വലിയ പോസിറ്റീവായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത്
ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്ന, വ്യക്തിപരമായി തന്നെ എൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. പണ്ടത്തെ പോലെ എന്താ പറയാ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗഹൃദങ്ങൾ എവിടെയാണ് സിനിമയിലുള്ളത്? അതിന് മാത്രം സ്ത്രീകൾ എവിടെയാണുള്ളത്? കുറെ സ്ത്രീകൾ ഒന്നിച്ചു കൂടുന്ന, അവർ തമ്മിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന രംഗങ്ങൾ എത്ര സിനിമയിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും? ഒരു പ്രശ്നം ഉണ്ട്. സ്ത്രീയുടെ ജീവിതം ഇപ്പോഴും സ്ക്രീനിന് പുറത്താണല്ലോ, അത് പ്രശ്നം തന്നെയാണ്. സംഗീത ആദ്യം പറഞ്ഞു, ഇപ്പൊ സ്ത്രീകൾ എത്ര സ്ത്രീകൾ ഉണ്ട് എന്ന് പറഞ്ഞു. സംഗീത ആദ്യം ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ടെസ്റ്റിൽ ഈ സ്ത്രീകളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങളാണോ പറയുന്നത്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ബെഗ്ഡൽ ടെസ്റ്റില് ആ സമയം കൃത്യം ഞാൻ മറന്നുപോയി. എത്ര സ്ക്രീൻ ടൈം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്, 2 സ്ത്രീകൾ തമ്മിൽ പുരുഷനെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഡയലോഗുകൾ പറയുന്നുണ്ടോ, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് എത്ര സ്ക്രീൻ ടൈം ഉണ്ട്. 2, എത്ര അവർ തമ്മിൽ സംസാരിക്കുന്നത് പുരുഷനെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും പ്രസക്തമായ വിഷയത്തെ കുറിച്ചാകണം. ഇതൊരു ഹോളിവുഡ് സിനിമകളെ ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഹോളിവുഡ് സിനിമയിൽ ഭയങ്കര മെച്ചപ്പെട്ട അവസ്ഥയാണെന്ന്. അതൊന്നുമല്ല, വാസ്തവം അതല്ല. ഇവിടെ ഉള്ള അണ്ടർ റെപ്രസെന്റേഷൻ അവിടെയുണ്ട്. 20% ഒക്കെയാണ് ഇപ്പോഴും അവിടെയും പ്രാതിനിധ്യം വരുന്നത്. അതേപോലെ സ്ക്രീൻ ടൈം, സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ സമൂഹത്തിനൊപ്പം നടക്കാൻ സിനിമയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഫാർ റൈറ്റ് ശക്തിപ്പെടുന്നത് സിനിമയെ ഒരു അർത്ഥത്തിൽ കൂടുതൽ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ സിനിമകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നാം, പക്ഷെ ആഴത്തിൽ നോക്കുന്ന സമയത്ത് സ്റ്റിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഹോളിവുഡ് ആയാലും ബോളിവുഡ് ആയാലും ഒക്കെ തന്നെ ഇപ്പൊ ചില സിനിമകളാണെങ്കിൽ സ്ത്രീകൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന സിനിമകൾ, പക്ഷെ അവരുടെ പിന്നിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പാട്രണൈസ് ചെയ്തുകൊണ്ട് ഒരു പുരുഷൻ ഉണ്ടാവും. പിങ്ക് ഒക്കെ പോലെ. ഞാനും പിങ്ക് തന്നെയാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഉദാഹരണം. അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ സ്ത്രീ വിമോചനത്തിനെ പറ്റി സിനിമ എടുക്കണം എന്നുള്ള കോൺഷ്യസ് ആയ ബോധം കൊണ്ട് എടുക്കുന്ന സിനിമകളാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും അതിൽ പരിമിതിയുണ്ട്. ഒരു സ്ത്രീ സ്വന്തം ചുറ്റുപാടിനെ നോക്കി കണ്ടുകൊണ്ട് സിനിമ എടുക്കുന്നതും ഒരു പുരുഷൻ സ്ത്രീ പക്ഷ സിനിമ എടുത്തു കളയാം എന്ന് കരുതി എടുക്കുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ആട്ടത്തിന്റെ അവസാനം പറഞ്ഞ പരിമിതി അടക്കം, ആട്ടം തീർച്ചയായിട്ടും അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് വൈസ് ഗംഭീര സിനിമയാണ്. അത് പറയുന്ന വിഷയം, ഓരോ സമയത്തും പുരുഷൻ സ്ത്രീയെ നോക്കുന്ന നോട്ടം, വിലയിരുത്തുന്നത് ഒക്കെ വളരെ കൃത്യമായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും വൈ ഡോണ്ട് യു ഹീൽ എന്നുള്ള ഒരു സന്ദേശം അത് മുന്നോട്ട് വയ്ക്കുന്നു എന്നിടത്താണ് സ്ത്രീ എന്ന നിലയിൽ ഞാൻ അതിനോട് വിയോജിക്കുന്നത്. ഒരുപക്ഷെ ആ സിനിമ മറ്റൊരു സ്ത്രീയാണ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. ബി വ്യത്യസ്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. സ്ത്രീ എങ്ങനെയാണ് സ്ത്രീയുടെ ജീവിതത്തിനെ നോക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബിയെ സംബന്ധിച്ചും വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാനുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ആ സിനിമ ഒരു ഓൾ വിമൻ എന്ന് പറയാവുന്ന 90% കൂടുതൽ സ്ത്രീകളുള്ള ഒരു ക്രൂവിനെ വെച്ചുകൊണ്ട് അത്തരമൊരു സിനിമ ചെയ്യുന്നു. അതിൽ സ്ത്രീയുടെ കാഴ്ച വരുന്നു. സ്ത്രീ പല നിലയ്ക്ക്, ഇപ്പോൾ ഈ ഒരു ലൈംഗികാവയവമായി കാണുന്ന ബ്രസ്റ്റിനെ കുറിച്ച് പല നിലയ്ക്കുള്ള കാഴ്ചകൾ, അതിനെ ഒരു രോഗത്തിന്റെ ഇരിപ്പിടം, അതെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, എങ്ങനെ അതൊരു സാധ്യതയായി മാറുന്നു, എങ്ങനെ അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ പരിമിതപ്പെടുത്തുന്നു, ഇങ്ങനെ പല ആസ്പെക്ട്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ നോക്കുന്ന നോട്ടം വേറെ തന്നെയാണ്. ആ നോട്ടം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് പുതിയ സംവിധായികമാര് കടന്നു വരേണ്ടതുണ്ട്. അതിന് പറ്റിയൊരു എക്കോസിസ്റ്റം രൂപപ്പെടേണ്ടതുണ്ട്. നമുക്ക് ബഹളം വെച്ചുകൊണ്ടിരുന്നേ പറ്റൂ. തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് ചെറുതായി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷയോടെ പറയാം. മറ്റേ ഇൻഡസ്ട്രികളെ പറ്റി എന്താണ് സംഗീതയുടെ അഭിപ്രായം? ഉദാഹരണത്തിന് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രി, ബോളിവുഡിലൊക്കെ ഡിയർ സിന്ദഗി പോലെ ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ പോലും ആനിമൽ പോലെയുള്ള സിനിമകളും വരുന്നുണ്ട്. തമിഴിനെ കുറിച്ചും ബോളിവുഡിനെ കുറിച്ചും ഒക്കെ എന്താണ് സംഗീതയ്ക്ക് തോന്നുന്നത്? ഞാൻ അത്ര കൃത്യമായിട്ട് ഈ സിനിമകളെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആസ് എ ഹോൾ അഭിപ്രായം പറയാൻ ഞാൻ അർഹയല്ല എന്ന് എനിക്ക് തോന്നുന്നു. പല സിനിമകളിലും ഇപ്പൊ തമിഴിലെ ഇൻഡസ്ട്രിയിലൊക്കെ ജാതി സംബന്ധമായി സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ജാതീയമായ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും സ്ത്രീയുടെ റെപ്രസെന്റേഷനെ സംബന്ധിച്ചുള്ള
കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇരൈവി പോലത്തെ സിനിമകളൊക്കെ ചില എഫേർട്സ് അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ പുതിയ പെൺകുട്ടികളുടെ ജീവിതം പല സിനിമയിലും വരുന്നുണ്ട്. എങ്കിൽ പോലും വലിയ മാറ്റം തമിഴിലൊന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാ തമിഴ് സിനിമയും കണ്ടിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ മുഴുവനായി അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു വിധത്തിൽ നമുക്ക് മലയാളികൾക്ക് പരിചയമുള്ള വളരെ പോപ്പുലറായ സിനിമകൾ കാണാറുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള സിനിമകൾ തീർച്ചയായിട്ടും കാണാറുണ്ട്. അപ്പൊ ആ സിനിമകളിൽ സ്ത്രീയുടെ റെപ്രസെന്റേഷൻ പോലും വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോളിവുഡിൽ ഇത്തരത്തിലുള്ള പ്രിട്ടൻഷ്യസ് ആയ ധാരാളം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ പ്രിട്ടൻഷന്റെ അപ്പുറത്തേക്ക് ആഴത്തിൽ ഇതിനെ സമീപിക്കുന്നത് ബോളിവുഡിലും കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വിഷയം പറയേണ്ടതുണ്ട്, ഞങ്ങൾക്ക് സ്ത്രീ പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആശയ പരിസരത്ത് നിന്ന് കൊണ്ട് ഇത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ആഴത്തിൽ അതിനെ സമീപിക്കുന്ന എന്താ പറയാ സിനിമകൾ ഉണ്ടാവുന്നില്ല. അവിടെ ഉണ്ടാവുന്നത് മധ്യവർഗ സ്ത്രീകളുടെ മുന്നോട്ട് വരവാണ്. എനിക്ക് തോന്നുന്നു ഈ ലവ് ഇനഫ് സർ അതൊരു എക്സെപ്ഷൻ ആണ് തോന്നുന്നു. ഒരു തൊഴിലാളി വർഗ സ്ത്രീയുടെ ലൈഫും അവരുടെ ഒരു എംപവർമെന്റ് എന്ന് പറയുന്നെങ്കിൽ പോലും അത് ശരിക്കും ഒരു ലിബറേഷൻ തന്നെയാണ്. എംപവർമെന്റ് എന്നുള്ള ആ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ലിബറൽ കോൺസെപ്റ്റ് അല്ല. അവർ ശരിക്കും ഒരു ലിബറേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അവരും അവരുടെ ഒപ്പമുള്ള സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ലിബറേഷൻ അതിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു തൊഴിലാളി വർഗ സ്ത്രീയുടെ അതൊരു എക്സെപ്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ? അല്ല, അങ്ങനത്തെ സിനിമകൾ ഉണ്ട് കേട്ടോ. കത്തൽ എന്നാണോ അത് വായിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടെ. ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി, ആ സിനിമ ഗംഭീര സിനിമയാണ്. അതില് ആ ഒരു പെൺകുട്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയിൽ താഴ്ന്ന ഒരു പോലീസുകാരിയുടെ ജീവിതമാണ് വരുന്നുണ്ട്. അത് അന്വേഷണമാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ ചക്ക വളരെ തമാശയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതേസമയം തന്നെ അത് ഗൗരവമായ ജെൻഡർ സംബന്ധമായും ജാതി സംബന്ധമായ ഒക്കെ പ്രശ്നങ്ങളെ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ അത് ഒന്നും ബിഗ് ബഡ്ജറ്റ് സിനിമകളോ അല്ലെങ്കിൽ വലിയ തോതിൽ ആൾക്കാർ കാണുന്ന സിനിമകളോ അല്ല. ഇത് നമ്മൾ കാണുന്നത് ഇത് OTT പ്ലാറ്റ്ഫോമുകളിൽ വന്നതുകൊണ്ടാണ്. പിന്നെ സൈനൈഡ് മോഹന്റെ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള സീരീസ് ഉണ്ടായിരുന്നില്ലേ, സോനാക്ഷി സിൻഹ പ്രധാന കഥാപാത്രം. അതിലും ഇതേപോലെ തന്നെ സ്ത്രീയുടെ ഒരു എന്താ പറയാ സോകോൾഡ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന, പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് പോലും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ വിദ്യാബാലൻ ചെയ്യുന്ന പല സിനിമകളും, ഇപ്പോ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ മകള് വിദ്യാബാലന്റെ വണ്ടി ഇടിച്ച് കൊല്ലപ്പെടുകയും അവസാനം എനിക്കും കൃത്യമായിട്ട് ഓർമ്മ, എനിക്ക് അതിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് പേരുകൾ ഓർക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ സിനിമയ്ക്ക് വിദ്യാബാലന്റെ സിനിമകൾ പൊതുവെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയൊരു വ്യൂ മുന്നോട്ട് വെക്കാറുണ്ട്. ഷെർണി, പക്ഷെ അതൊക്കെ പരിമിതമാണ്. വലിയ തോതിൽ വിദ്യാബാലന്റെ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് സംവിധായകന്റെ സിനിമ തന്നെയാണ്. എങ്കിലും അത്തരം റോളുകൾ വരുന്ന സിനിമകൾ ഈ ബോളിവുഡിലും ഉണ്ടാകുന്നുണ്ട്, ലിമിറ്റഡ് ആണെങ്കിലും. പക്ഷെ അത് ആഘോഷിക്കപ്പെടുന്ന സിനിമകളൊന്നുമല്ല. നമ്മുടെ താരങ്ങൾ നിർണ്ണയിക്കുന്ന ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം ഇപ്പോഴും എന്ന് പറയുന്നത്. സൂപ്പർ താരങ്ങൾ നിർണ്ണയിക്കുന്ന ഇൻഡസ്ട്രി തന്നെയാണ്. അവരുടെ സിനിമാ ചോയ്സുകളിൽ അവർക്ക് പണ്ടൊക്കെ ഒരു 2000 മുതൽ 2015 വരെയെങ്കിലും വളരെ പ്രായവ്യത്യാസമുള്ള നായികമാരെ സെലക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ചെങ്കിലും അവരുടെ സമപ്രായക്കാരായ നായികമാരെയും അല്ലെങ്കിൽ വ്യത്യസ്തമായ, മമ്മൂട്ടിയൊക്കെ പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപരിസരങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പുകൾ സിനിമയിലെ സ്ത്രീയുടെയും സിനിമയിലെ ബന്ധങ്ങളുടെയും കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഞാനിപ്പോൾ വിചാരിക്കുന്ന മലയാള ഇൻഡസ്ട്രിയുടെ മുഖം മാറ്റിയതിലൊരു പ്രധാന പങ്ക് മമ്മൂട്ടിക്ക് ഉണ്ട് എന്നാണ്, നിലവിലെ മമ്മൂട്ടിക്ക്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ കോൺഷ്യസ് ആയൊരു എഫേർട്ട് നിർമ്മാതാവായി കൂടി നിന്നുകൊണ്ട് അതൊരു വലിയ എന്താ പറയാ പിന്തുണയാണ്. ഒരു സൂപ്പർ താരത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത്, ഇപ്പോൾ പുഴു പോലൊരു സിനിമ, രതീന പി ടി എന്ന് പറയുന്ന പുതിയ സംവിധായിക, അതും അങ്ങേയറ്റം നെഗറ്റീവായൊരു കഥാപാത്രത്തിനെ സ്ലോ അഗ്രഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത അഗ്രഷനാണ്, അത് കൾമിനേറ്റ് ചെയ്യുന്നത് വലിയ വയലൻസിലാണെങ്കിലും പുറത്ത് കാണാത്ത വയലൻസ്, ജാതിയുടെ വയലൻസിനെ, പുരുഷന്റെ വയലൻസിനെ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയിലെ
നെഗറ്റീവായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി തയ്യാറാകുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതേപോലെ തന്നെ കാതൽ ദ കോറിലാണെങ്കിലും ആ സിനിമയിൽ ജ്യോതിക അവതരിപ്പിക്കുന്ന മാത്യുവിന്റെ ഭാര്യ കഥാപാത്രം ഓമനയ്ക്കാണ് പ്രോമിനൻസ് ഉള്ളത്. മമ്മൂട്ടി അതിലെ ഒരു വളരെ നിശബ്ദനായി പോകുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകുന്നു അത്തരം സിനിമകൾ. അത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് കരുതുന്നു. കോൺഷ്യസ് ആയ എഫേർട്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം ഈ അടുത്ത കാല ശ്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. മോഹൻലാൽ സിനിമകളിലാണെങ്കിലും ഇപ്പോൾ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ ചെറിയ പെൺകുട്ടികളെ കാസ്റ്റ് ചെയ്യുന്ന ആ പതിവ് മാറിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഷർ തന്നെയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായി വിമർശിക്കപ്പെടുകയും തീർച്ചയായിട്ടും ഇവരും സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അവരത് ഏറ്റെടുക്കാൻ, ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി ആ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ട് പുതിയ കാലത്തിന്റെ കഥകളെ, ഈ ജാതി, സ്ത്രീ തുടങ്ങിയ റെപ്രസെന്റേഷന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അത് മലയാള സിനിമയെ ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾ മാത്രമല്ല മറ്റുള്ള സിനിമയെ കൂടി മാറ്റാൻ അതൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ പുതിയ സംവിധായകരുടെ സിനിമയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പൊ ജാനേമൻ പോലെയുള്ളൊരു സിനിമ നല്ല സിനിമയാണ്, പക്ഷെ അതിലും ഈ എന്തുകൊണ്ടാണ് അടുത്ത വീട്ടിലെ ആളുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്, പെങ്ങളെ ഒരു തവണ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്നു, അതിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണ കൊണ്ടാണ്. അപ്പൊ ആ കൺവെൻഷണൽ നോട്ടം ഇപ്പോഴും മാറുന്നില്ല. മമ്മൂട്ടി പോലെ ഒരു സൂപ്പർ താരം, ആ കൺവെൻഷണൽ നോട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ താരം അഭിനയിച്ചത് കൊണ്ടാണ് വലിയ ഒരു അളവ് ഹെയ്റ്റഡിൽ നിന്ന് കാതൽ എന്നുള്ള സിനിമ മാറിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്തരമൊരു കഥാപാത്രം മമ്മൂട്ടിയെ പോലെ വലിപ്പം ഇല്ലാത്ത ആര് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരുപാട് വിമർശനങ്ങൾക്കും തിയേറ്ററിൽ ആള് കയറാതെയും ഒരുപക്ഷെ സിനിമ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഘട്ടം വരെ എത്തേണ്ടി വന്നേനെന്ന് തോന്നുന്നുണ്ട്. അപ്പം മമ്മൂട്ടിയുടെ ഒരു ബൾക്ക്, ഹീസ് ത്രോയിങ് ഹീസ് ബൾക്ക് ബിഹൈൻഡ് ദ സിനിമ ആൻഡ് വളരെ പുരോഗമനപക്ഷമായ ഒരു പൊളിറ്റിക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. മമ്മൂട്ടിയുടെ പഴയ സിനിമകൾ വെച്ചെടുക്കുമ്പോൾ ഇപ്പം കിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നീ വെറും പെണ്ണാണ് എന്ന് പറയുന്ന ആ മമ്മൂട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സ്ത്രീയാൽ നയിക്കപ്പെടുന്ന ഒരു മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റമാകാം ഒരു പക്ഷെ. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ കാണിക്കുന്ന വിമോചകനായ പുരുഷൻ എന്നുള്ളത് സിനിമയുടെ അണിയറയിലും ആ ഒരു വിമോചകനായ പുരുഷൻ വേണ്ടി വരുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു മെയിൽ ഡൊമിനേറ്റഡ് ഇൻഡസ്ട്രിയുടെ പരിമിതി തന്നെയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ബ്രഹ്മയുഗം പോലെ ഒരു സിനിമ, ഇറ്റ്സ് എ സ്ട്രോങ് പൊളിറ്റിക്കൽ അലിയറി. അങ്ങനെ ഒരു സിനിമ ടോട്ടലി നെഗറ്റീവായ, അതേപോലെ തന്നെ മമ്മൂട്ടി നമ്മുടെ പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകം എന്ന് എല്ലാ കാലത്തും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോഴും എന്താ പറയാ 70s നമ്മുടെ ഒരു സ്റ്റൈൽ ഐക്കണായിട്ട് നിൽക്കുന്ന നടനാണ്. പക്ഷെ അദ്ദേഹം സ്വയം ഡീഗ്ലാമറൈസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങളിലേക്ക് സ്വയം പ്രവേശിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു എഫർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയുടെ മാറ്റത്തിന് വലിയ വഴിയൊരുക്കുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടി അല്ലെങ്കിൽ ഈ സിനിമകൾ സംഭവിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിൽ ഓടുമായിരുന്നില്ല. മാത്രമല്ല ഇപ്പൊ കാതൽ ദ കോറൊക്കെ ചെയ്യുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് ഇങ്ങനെ ഒരു സിനിമ, മമ്മൂട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആള് ആണല്ലോ, പ്രാക്ടീസിങ് ആയ ആളുമാണ്, അവിശ്വാസിയായ ഒരാളല്ല. അങ്ങനെ ഒരാൾ ചെയ്യാൻ തയ്യാറാകുന്നു എന്നിടത്തൊരു വലിയ വിപ്ലവമുണ്ട്. അത് ഇപ്പോഴേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ അത് സംഭവിക്കാൻ ഒരു താരമായിരുന്നിട്ട് പോലും ആ താരത്തിന്റെ കുപ്പായത്തെ അഴിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. കാതൽ ദ കോറിൽ അഭിനയിക്കണമെങ്കിൽ ആ താരത്തിന്റെ കുപ്പായം പൂർണ്ണമായും അഴിച്ചു വെച്ചേ പറ്റൂ. ഉണ്ട പോലെ ഒരു സിനിമ എത്ര സ്വാഭാവികമായിട്ടാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു തയ്യാറാവൽ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഫ്രം എ മെയിൽ, അതങ്ങനെ നടക്കൂ. കാരണം മെയിൽ ഡൊമിനേറ്റഡ് ആയ ഒരു സ്ഥലത്ത് അത് തുടക്കമിടേണ്ടി വരുന്നത് ഒരു പുരുഷൻ തന്നെ ആയിരിക്കും ഒരു പക്ഷെ. കമന്റബിൾ ആയ ശ്രമങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ മാത്രമുള്ള വലിയ പൊസിഷനിലല്ല അവർ നിൽക്കുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. നമുക്ക് സിനിമയിലെ ബന്ധങ്ങളെ കുറിച്ചൊരു ചോദ്യത്തോടു കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സിനിമയിലെ ബന്ധങ്ങൾ, എത്തരം ബന്ധങ്ങളാണ് ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു
ചലച്ചിത്ര നിരൂപക എന്നുള്ള നിലയിൽ, ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എത്തരം ബന്ധങ്ങളുടെ റെപ്രസെന്റേഷൻ കൂടുതലായി വേണമെന്നാണ് സംഗീതയ്ക്ക് തോന്നുന്നത്? അത്തരം ബന്ധങ്ങൾ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ നിന്നും പുരുഷപക്ഷ കാഴ്ചപ്പാടിൽ നിന്നും രണ്ട് കാഴ്ചപ്പാടുകൾ തന്നെയായിരിക്കും. എന്നാൽ പോലും എത്തരം ബന്ധങ്ങളുടെ റെപ്രസെന്റേഷനുകളാണ് കൂടുതൽ വേണമെന്ന് സംഗീതയ്ക്ക് തോന്നിയിട്ടുള്ളത്? എല്ലാത്തരം ബന്ധങ്ങളും കടന്നു വരണം. ഇപ്പോൾ വളരെ ഐഡിയലായ ഉട്ടോപ്യൻ ബന്ധങ്ങൾ സിനിമയിൽ വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും വളരെ നെഗറ്റിവിറ്റി നിൽക്കുന്നുണ്ട്. ഈ നെഗറ്റിവിറ്റിയും കൂടി സിനിമയിലേക്ക് വരണം. അതായത് ഇപ്പോൾ നമ്മുടെ വീടിനകത്ത് തന്നെ എങ്ങനെയാണ് സ്ത്രീയുടെ പൊസിഷൻ നിൽക്കുന്നത്, എങ്ങനെയാണ് ചുറ്റുപാടുകൾ അവളെ പരിമിതപ്പെടുത്തുന്നത്, അത് നമ്മൾ സിനിമയിൽ കാണുന്നില്ലല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സ്ത്രീയെ പറ്റി ചുറ്റുപാടുള്ള സമൂഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് സിനിമയിലേക്ക് വരട്ടെ. നെഗറ്റിവിറ്റിയും വരേണ്ടതുണ്ട്. കാരണം ഈ നെഗറ്റിവിറ്റി തെറ്റാണ് എന്ന് കാണുന്നവരിൽ ബോധ്യമുണർത്തുന്ന തരത്തിൽ ആ നെഗറ്റിവിറ്റി വരേണ്ടതുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ത്രീവിരുദ്ധരായ എല്ലാ പുരുഷന്മാരെയും ഒഴിവാക്കിക്കൊണ്ടൊരു സിനിമ, ആ സിനിമ സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീവിരുദ്ധരായ പുരുഷന്മാർ വരണം, സ്ത്രീവിരുദ്ധരായ സ്ത്രീകൾ ഉണ്ടാവണം സിനിമയിൽ. പക്ഷെ ഇവര് സ്ത്രീവിരുദ്ധരാണ് എന്നുള്ളത് അവരുടെ ഹീറോയിസമായി മാറരുത്. ഇതാണ് വ്യത്യാസം. ഇപ്പോ ഈ സ്ത്രീവിരുദ്ധത കാണിക്കുന്ന ആള് ഹീറോ ആകുന്ന സ്ഥലത്താണ് ഇപ്പോ പഴയ നമ്മുടെ ഡയലോഗ്, എന്താ പറയാ, പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടാനുള്ള ആ ഡയലോഗ് ഓർക്കുക. അത് ഹീറോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് വില്ലനാണ് ചെയ്യുന്നതെങ്കിൽ അതിനെതിരെയുള്ള ഒരു മനോഭാവം സിനിമയിൽ ഉത്പാദിപ്പിക്കപ്പെടും. ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് ബന്ധങ്ങളെ സമീപിക്കുന്ന സിനിമയ്ക്ക് സിനിമാറ്റിക് എലമെന്റ് ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്, ഇത് പോസിറ്റീവ് അല്ല എന്നുള്ള സൂചനയും വരേണ്ടതുണ്ട്. അതേസമയം തന്നെ പോസിറ്റീവായി സ്ത്രീ സൗഹൃദങ്ങൾ, സ്ത്രീകൾക്ക് അവരുടെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധങ്ങൾ, കുട്ടികളുടെ റെപ്രസെന്റേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികളെ എങ്ങനെയാണ് സിനിമ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡോളസെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ കൃത്യമായ റെപ്രസെന്റേഷൻ അല്ലല്ലോ സിനിമയിൽ വരുന്നത്. ഇപ്പൊ അഡോളസെൻസിന്റെ പ്രശ്നങ്ങൾ, സൂപ്പർ ഷെർണി അഗൈൻ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ വരുന്നു. ആൺകുട്ടികളുടെ പ്രശ്നങ്ങളും ആൺകുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ അഡോളസെന്റ് ആയ ഒരു ആൺകുട്ടി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. അത് അത്തരം കാര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ കുട്ടികളും സമൂഹമായിട്ടുള്ള ബന്ധം, സ്ത്രീകളും കുട്ടികളായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല പലതരത്തിലുള്ള ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അത് കുറേയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ വിശാലമായി ജീവിതത്തെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് സിനിമ മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് സിനിമ കുറെ കൂടി അപ്രോച്ചിൽ ഗൗരവമുള്ളതാവേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് സിനിമയാവണം, റിയലിസ്റ്റിക് മാത്രം പറയുന്ന സിനിമയാവണം എന്നല്ല. സിനിമയുടെ അപ്രോച്ച് കുറെ കൂടി സീരിയസ് ആവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വളരെ നന്ദി സംഗീത, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. കേട്ടിരിക്കുന്നവർക്കും അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഫി ആൻഡ് സോൾട്ട് ടോക്ക് വിത്ത് അനുപമയുടെ 7ാമത്തെ എപ്പിസോഡിൽ സംഗീതയാണ് എത്തിയത്. സംഗീതയ്ക്ക് നന്ദി. നന്ദി അനു. ഞാൻ യഥാർത്ഥത്തിൽ പ്രിപ്പയർഡായി സംസാരിച്ചൊന്നുമല്ല. നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയുടെ പുറത്ത് സംഭവിച്ചു പോയൊരു, എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ അപ്പപ്പോ തോന്നിയത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അബ്സല്യൂട്ട് ഇതായിട്ടൊന്നും എടുക്കേണ്ടതില്ല. ചില നിരീക്ഷണങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാത്രം, ഇപ്പൊ ലേഖനം എഴുതുന്ന പോലെ ഒരു പണിയല്ല പെട്ടെന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിമിതികൾ ഈ സംഭാഷണത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി. താങ്ക് യു സംഗീത. ഇന്ന് നമ്മുടെ 7ാമത്തെ എപ്പിസോഡാണ്. അടുത്ത ഒരു അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.